വെൽക്കം ബാക്ക് നിലമ്പൂർ തേക്ക് വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മൾ റിവ്യൂമായി കൊണ്ടുവന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച 4 ഡോർ അലമാരയാണ്. ഇന്ന് നമ്മൾ പോളിഷ് ചെയ്യാത്ത ഒരു അലമാരയുമായാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ അലമാര നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, ഇതൊരു ജോയിൻ്റ് അലമാരയാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ജോയിൻ്റ് ആണെന്ന് തോന്നി. നമുക്കിനി പ്രൊഡക്റ്റിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ കാണാം. ഏതാണ് നമ്മളെ അലമാരയുടെ പോളിഷ് ചെയ്യാത്ത ലുക്ക്. കണ്ടില്ലേ, ഗ്രെയിൻസ് ഒക്കെ കണ്ടില്ലേ. ഫുൾ കാതൽ അലമാരയാണ്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. കണ്ടില്ലേ, ഫുൾ കാതലാണ്. ഫ്രണ്ട്സ് കണ്ടില്ലേ, 4 ഡോർ അലമാരയാണ് കേട്ടോ അത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് ജോയിൻ്റ് ആണെന്ന് തോന്നത്തില്ല. ഇത് ജോയിൻ്റ് അലമാരയാണ്. കണ്ടോളൂ. ഇതാണ് ഇതിൻ്റെ സൈഡ് പലക വരുന്നത്. കുറേ മാച്ചുള്ള പലകയാണ് നമ്മൾ ഇടുക. കണ്ടില്ലേ, നമ്മൾ നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച 4 ഡോർ അലമാരയാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഇതിൽ വെള്ള കാണത്തില്ല. അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ തന്നെ നോക്കൂ, ഇതിൻ്റെ മോഡൽ 4 ഡോറാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കിയാൽ ഇതൊരു ജോയിൻ്റ് അലമാരയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അങ്ങനെ അത്രക്ക് പക്കയായിട്ട്. ഇപ്പോൾ ഇത് നമ്മളെ ഫിനിഷിങ് നോക്കൂ, നമ്മളെ പണീൻ്റെ ഫിനിഷിങ് ഒന്ന് നോക്കൂ നിങ്ങൾ. കണ്ടോ, ഇത്ര പെർഫെക്ഷനിലാണ് നമ്മൾ ചെയ്യാറ്. നമുക്ക് ഇതിൻ്റെ ഉൾവശം നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, പിന്നെ ഇവിടെ തട്ടുകളുടെ എണ്ണം കൂടുതലാണ്. 1 2 3 4 5 സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ 5 വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു വലിയൊരു ഹാങ്ങിങ് സ്പേസ് ആണ്. നമുക്ക് പർദ്ദ അങ്ങനെ പലതും, സാരീസ് അങ്ങനെ പലതും തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതാണ് ഇത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഇതിന് 2 ഡ്രോയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇവിടെ. നമ്മളെ ജോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല, അങ്ങനെ അത്രയും പെർഫെക്ഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നിലമ്പൂർ തേക്കിൽ പ്രൊഡക്റ്റ് എടുക്കണം എന്ന് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ സ്ട്രോങ്ങും ബിൽഡ് ക്വാളിറ്റിയും നമ്മളിപ്പോൾ ഇത് പോളിഷ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ തന്നെ ഇത് നോക്കൂ, ചെക്ക് ചെയ്യൂ, വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ അത്രയും പെർഫെക്ഷനിലാണ് ഓരോ വർക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് പോളിഷ് ചെയ്യാത്ത ഒരു അലമാരയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിത്തരണം എന്ന് എനിക്ക് തോന്നി. ഒരു കസ്റ്റമർ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് പോളിഷ് ചെയ്യാത്ത. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കസ്റ്റമറിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കൂ, നമ്മൾ അലമാരൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ. നമ്മളെ ഫർണിച്ചറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് പോളിഷ് ചെയ്യാതെയും കാണിച്ചു തരും. ഇനി പോളിഷിന്റെ ക്വാളിറ്റിയിലും കാണിക്കും, പോളിഷ് ഇല്ലാതെ വിത്തൗട്ട് പോളിഷും കാണിക്കും. ഇത് നമ്മളെ തന്നെ കമ്പനിയാണ്. ചില ആളുകളുണ്ട് എന്താന്ന് വെച്ചാല് അവരുതല്ല ഫർണിച്ചർ, എന്നിട്ട് അവരുതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നമ്മള് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളെ സാധനം ക്വാളിറ്റി നോക്കി ചെക്ക് ചെയ്തിട്ട് പറ്റിയിട്ട് മാത്രം നമ്മളിത് എടുത്താൽ മതി. അത് നമ്മളെപ്പോഴും പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ആരുടെ അടുത്തുനിന്ന് എടുക്കുകയാണെങ്കിലും അത്രയും നോക്കിയിട്ടേ സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മളെ 4 ഡോർ അലമാരൻ്റെ ഡോറിൻ്റെ നമുക്ക് ഇത് നോക്കാം. ഡിസൈന് നമ്മൾ സാധാരണ കണ്ടുവരുന്ന പോലെ തന്നെ, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ പോസ്റ്റ് ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ നമ്മളെ ഇതിന് ഇരിപ്പും കൊടുത്തിട്ടുണ്ട്. മറ്റേ നമ്മളെ നോർമലിന് ഇതിന് മുന്നേ ചെയ്യുന്നതിന് നമുക്ക് ഈ ടൈപ്പ് ഇരിപ്പ് വരാറില്ല. ഇതിപ്പോൾ ഇതിങ്ങനെ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഹൈറ്റ് മറ്റേ പോലെ തന്നെ ഉണ്ട്. ഇത് 7 അടിയാണ് ഇങ്ങനെ വീതിക്കുള്ളത്. 4 ഡോറാണ് വരുന്നത്. നമ്മളെ ഡോർമത്തെ മോഡൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ബെൻഡായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുള്ള മോഡലാണ്. നമ്മൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞത് കൊണ്ട് നമുക്ക് കസ്റ്റമറിന് ഇത് നീളത്തിൽ പലക ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നീളത്തിലാണ് പലക ഇട്ടുള്ളത്. കണ്ടത് നോക്കൂ, നമ്മൾ പലക മാച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരേ വുഡിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പലക എടുത്തിട്ടുള്ളത്. പരമാവധി നമ്മൾ മാച്ച് ആക്കിയിട്ടാണ് ഇടുക. ഇതിപ്പം 7 ഫീറ്റ് ആണ്. നമ്മൾ അടുത്ത ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് 8 ഫീറ്റിൽ 4 ഡോർ.
ഇതിലാറെ ഒന്നും കൂടി വീതി കൂടുതലായിരിക്കും. നമ്മളെ ഈ അലമാറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ആർക്കും പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ജോയിന്റ് അലമാരയാണെന്ന് വിചാരിക്കില്ല. അത് നമുക്ക് കണ്ണൂർ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇത് ഒരു അറപ്പണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു മോഡലും കൂടി വരുന്നുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കും. അതും 4 ഡോർ ആണ്, പക്ഷെ അത് ഇതിലാറെ വലുതാണ് ഒന്നും കൂടെ. ഇതിപ്പോ 7 ഫീറ്റ് ആണ്. അടുത്തത് നമുക്ക് വരാനുള്ളത് 8 ഫീറ്റ് ആണ് വരാനുള്ളത്. നിങ്ങളിപ്പോ നമ്മളെ ജോയിന്റിന്റെ ഒക്കെ ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിത്തൗട്ട് പോളിഷ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ എല്ലാവരിലേക്കും പരമാവധി എത്തിക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ പോളിഷ് ചെയ്യാത്ത വീഡിയോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് മറ്റുള്ളവരെ പോലെ നുണയൊന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പുതിയ വീടുകൾ എടുക്കുന്നവരും എല്ലാവരും ഉണ്ടാവും, അവരിലേക്ക് അയക്കുക. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിത് 100% ഗ്രൈൻസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 100%-ൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് 75 ആണെന്നുണ്ടെങ്കിൽ 75-ൽ ചെയ്യും, 85 ആണെങ്കിൽ 85-ൽ, 95 ആണെങ്കിൽ 95. നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക.